ഹലോ ഗൈസ്, നമ്മളെ ഇന്നത്തെ ഗെയിമിംഗ് മത്സരത്തിൽ ചലഞ്ചായിട്ട് ഏറ്റെടുത്ത ഗെയിം വടികുത്തി മത്സരമാണ്. പിന്നെ ഈ ഒരു കളിക്ക് വടികുത്തി മത്സരം എന്ന് പേരിട്ടത് ഞാനാണ്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിന് വേറൊരു പേര് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് കമൻ്റായിട്ട് രേഖപ്പെടുത്താം. 10 പേരെ വെച്ചിട്ടാണ് ഈ കളി നടക്കുന്നത്. ഞാൻ 3 റൗണ്ട് വരച്ചിട്ടുണ്ട്. 1, 2, 3 റൗണ്ട്. ഈ 3 റൗണ്ടിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇതിൻ്റെ നിയമം എങ്ങനെ അറിയോ? ഞാൻ ഓരോ വിസിലടിക്കുമ്പോൾ എന്ത് ചെയ്യാ? ഞാൻ വിസിലടിക്കുമ്പോൾ നിങ്ങളെ വടി വിട്ടാണ്ട് മറ്റവന്റെ വടി പിടിക്കാം. ഇപ്പൊ രൂപം മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് പിന്നെ ഇന്നത്തെ കളിന്റെ രൂപം. ഈ കളിയിൽ വേറെ ഒന്നുണ്ട്. എല്ലാവരും ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വടി വിടുമ്പോൾ ഒരിക്കലും മറ്റുള്ളവന് ബാക്കിൽ വരുന്ന ആൾക്ക് പിടിക്കാൻ കിട്ടാത്ത രീതിയിൽ ഒരിക്കലും വടി വിടരുത്. അങ്ങനെ വിടുന്ന ആളാരാണെങ്കിൽ ഓൻ ഔട്ടാവും. 2 ആൾ ഇതിൽ നിന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? 2 3 ആൾ കുറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിക്ക് നിൽക്കുക, അടുത്ത കളത്തേക്ക് നിൽക്കുക. പിന്നെ ആള് കുറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റില് 4 ആൾ കുറയേണ്ട ആവശ്യം വരില്ല. 3 ആൾ കുറഞ്ഞാൽ തന്നെ ദൂരം കൂടും. 10 ആളെ വെച്ചിട്ടുള്ള കളിയാണ് ഇതിപ്പോ. ലാസ്റ്റ് ഔട്ടായി, ഓരോരുത്തർ വടി വീണ് ഔട്ടായി ലാസ്റ്റ് ഒരാളായിട്ട് വരും. ഇതിൽ 3 ആളെ തെരഞ്ഞെടുക്കും. അവസാനം വരുന്ന ആളെ ഫസ്റ്റ്, അതിന്റെ ബാക്കിൽ വരുന്ന സെക്കൻഡ്, അതിന്റെ ബാക്കിൽ വരുന്ന തേർഡ് ആയിട്ട്. അവർക്ക് സമ്മാനമായിട്ട് അതാ കിടക്കുന്നത്. സമ്മാനമായിട്ട് അരി, പഞ്ചസാര, ചായപ്പൊടി. ഇതാണ് നമ്മളെ ഇന്നത്തെ സമ്മാനം ഉള്ളത്. പിന്നെ വേറൊരു കാര്യം, ഇത് ഞങ്ങൾ നാട്ടുകാർ കൂടിയിട്ട് ചെയ്യുന്ന ഒരു ഗെയിമാണ് വൈകുന്നേരം നേരങ്ങളിൽ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഗെയിമുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് എൻ്റെ ചാനലിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അടുത്ത ഗെയിമായിട്ട് നിങ്ങൾ പറഞ്ഞ ഗെയിം ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ തുടങ്ങില്ല നമ്മള്. ഔട്ട്, ഒരു 2 ആൾ ഔട്ട്. എന്നാ ഒന്ന് അടുപ്പിച്ചോളി. അപ്പൊ റെഡിയല്ല? അപ്പൊ 2 ആൾ ഔട്ടായാലും മതിയെന്ന് നോക്കല്ല. പിന്നെ പ്രത്യേകം വടി മറ്റുള്ള ആൾക്ക് കിട്ടാ. വടി നിങ്ങൾ നേരെ വെച്ച് പോയാൽ മതി. വടി അവിടെ വെച്ച് നിങ്ങൾ അടുത്ത വടിക്ക് പോയാൽ മതി. ഒരിക്കലും മറ്റുള്ളവന് വടി കിട്ടാത്ത രീതിയിൽ ഒരിക്കലും ആരുത്. റെഡിയല്ലേ എല്ലാരും? രണ്ടാളൗട്ട്. ഇനി 6 ആളല്ലേ? നോക്കിട്ടോ. റെഡിയല്ല? റെഡിയല്ലേ? ചേർച്ചക്കല്ലേ? രണ്ടാമത്തെ കളത്തിലാണ് ഞങ്ങൾ കളി. ഒരിക്കലും ഈ കളത്തേക്ക് വരരുത്, ആ കളത്തേക്കും പോരുത് കേട്ടോ. അങ്ങനെ വന്നാൽ ഔട്ടാട്ടോ. ഞാൻ പറഞ്ഞുതരാം.
ഇല്ല പോയില്ല പോയില്ല പോയില്ല. അവിടെയുണ്ട്. റെഡിയല്ലേ? ആളല്ല അപ്പൊ നോക്കിട്ടോ. റെഡിയല്ല? ആ രണ്ടാള്. ഞാൻ അവിടെ നിന്ന് ആ സൈഡിൽ നിന്ന് കുറച്ചുകൂടി ബാക്ക് ഓപ്പോസിറ്റ്. എങ്ങനെ അറിയോ? ഇജ്ജ് ഇങ്ങോട്ട് വായ. ഓനെന്ത് ചെയ്യാ? ആ വടി പിടിക്കാൻ പോവാ. കുറച്ചിനും ബാക്ക്. ഓക്കെ റെഡിയല്ല? രസം വിട്ടേക്ക്. അടുത്തേക്ക് വടിയിട്ട് പോരല്ലേ? നമ്മളെന്താ കളിയിൽ പങ്കെടുത്ത പിന്നെ 10 ആളിൽ 7 ആളുടെ വരും. ആ 7 ആള് ഒന്ന് ആ പങ്കെടുത്ത 7 ആള് ഞാനാ. ഇനി തേർഡ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ്, ഫസ്റ്റ് പ്രൈസ്. തേർഡ് പ്രൈസ് കിട്ടിയ ആളോടെ ചായപ്പൊടി അടുത്തൊരു ഷറാക്ക കൊട്ടറേ. സെക്കൻഡ് പ്രൈസ് ആരാ? സെക്കൻഡ് പ്രൈസ് ഫസ്റ്റ് കിട്ടിയ ആളോടെ എന്താ കളിനെ പറ്റി പറയാനുള്ളത്? നമ്മളെ അടിപൊളിയായിട്ടുള്ള ഗെയിമാണ്. നമ്മൾക്ക് കണ്ടു നിൽക്കാൻ പറ്റുന്നവർക്ക് രസകരമായിട്ട് കണ്ടു നിൽക്കാനും അതുപോലെ തന്നെ കളിക്കുന്നവർക്ക് ആസ്വദിച്ച് കളിക്കാനും പറ്റുന്ന ഒരു ഗെയിമാണ്. നമ്മളെ ഈ ഒരു കൂളമാട് പ്രദേശത്ത് നല്ല രീതിയിൽ നമ്മളെ ഇവിടുത്തെ ആളുകൾക്ക് എൻട്രൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടൊരു ഗെയിം ആഴ്ചയിൽ ഒരു 3-4 ഗെയിമുകളുമായിട്ടാണ് നമ്മളെ ANR ഗെയിമിംഗ് ചാനൽ വന്നിട്ടുള്ളത്. അതിനെല്ലാവിധ നന്മകളും നേരാണ്. അതുപോലെ തന്നെ ഇനിയും ഇത്തരത്തിലുള്ള നല്ല ഗെയിമുകൾ പ്രതീക്ഷിക്കുന്നു. ഫസ്റ്റ് നേടിയത്. അപ്പൊ ഇന്നത്തെ കളി നമ്മളോട് അവസാനിച്ച്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നിങ്ങളെ അറിവില് ആർക്കെങ്കിലും നിങ്ങൾക്ക് ഐഡിയ ഉള്ള ഏതെങ്കിലും ഗെയിമുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ, കമന്റ് ആയിട്ട് നിങ്ങൾ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ ആ ഗെയിം പിറ്റത്തെ കളിയിൽ ഞാൻ ആ ഗെയിം ചെയ്യും. പിന്നെ അതേപോലെ തന്നെ ചാനൽ പ്രത്യേകം കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓളാക്കി വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഞാൻ 2 ദിവസം കൂടുമ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യും. അതിന് കറക്റ്റ് കാണാം. അപ്പം എല്ലാവരും പ്രത്യേകം സപ്പോർട്ട് ചെയ്യാം. ഞാൻ അതേമാതിരി ഇതിന് മുന്നേ ഒരു കോഴിമുട്ടൻ്റെ ഒരു വീഡിയോ വെച്ചിരുന്നു, കോഴിമുട്ട തിന്നുന്നൊരു വീഡിയോ. ആ ഒരു വീഡിയോക്ക് ഒരുപാട് ആളുകൾ അഭിപ്രായം ഇല്ലാത്ത ഒരുപാട് കമന്റുകൾ സംഗതി എഴുതിയിട്ടുണ്ട്. അത് ഒരു അപകടം പിടിച്ചൊരു പരിപാടിയാണ്. സംഗതി നമ്മൾ അത്രത്തോളം നമുക്ക് അറിയില്ലായിരുന്നു. ഏതായാലും അങ്ങനത്തെ വീഡിയോകളൊന്നും നമ്മൾ ഇനി ചെയ്യില്ല. പിന്നെ അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ഉണ്ടെന്നെങ്കിൽ എനിക്ക് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ശരി.